ബിഗ് ബോസ് സമയത്ത് ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഒത്തിരി ആയിരിക്കും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു ജാനിനെ കുറിച്ച് കേട്ടായിരുന്നു. ആ ജാൻ എവിടെ പോയി? ആ ജാൻ തേച്ചിട്ട് പോയി. ഇതിലും ഭംഗിയായിട്ട് ഇത് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. എനിക്കറിയാം ഞാൻ ബിഗ് ബോസ് ഞാൻ ആക്ച്വലി ഇതുവരെ ഒരിടത്തും റിവീൽ ചെയ്തു. അതാണ് ബട്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പൊ എനിക്കിത് ധൈര്യമായിട്ട് പറയാം. ഞാൻ അത്രയും ഇന്റൻസിറ്റിയോട് കൂടി തന്നെയാണ് ആ ഷോയില് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് എന്റെ സൈഡിൽ നിന്ന് അത് 100% ജെന്യുവൻ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വിളിച്ചു കൂവേണ്ട കാര്യമില്ല. അതെ, കാരണം എന്താ ഒരു കാര്യത്തോട് പറയാം. എലീനയുടെ ഇന്റർവ്യൂ എടുത്തപ്പോ എലീന പറയായിരുന്നു, പ്രേമം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തിലും പൊക്കില്ല. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ബിഗ് ബോസിൽ രാവിലെ എനിക്കൊരു പ്രേമുണ്ട് അവള് വളരെ ബുദ്ധിപരമായി നീങ്ങി. പക്ഷെ അവളുടെ കേസിൽ അത് വർക്ക്ഔട്ട് ആയി. പപ്പ മമ്മി എല്ലാരും കേട്ടോ എനിക്ക് പ്രേമുണ്ട്, നാട്ടുകാരൊക്കെ അറിഞ്ഞു. ഇതായിരുന്നു അവള് ബുദ്ധി കറക്റ്റ് ആയിട്ട് അത് പക്ഷെ കുറുക്കി കൊണ്ടുവന്നുള്ളതാണ്. കൃത്യമായിട്ട് അടുത്ത മാസം കല്യാണമായി. എന്റെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് കണ്ട ആളല്ല, തിരിച്ച് ഞാൻ വന്നു കഴിഞ്ഞപ്പോ കണ്ടത്. അപ്പം ഞാൻ ആളെ ബ്ലെയിം ചെയ്യുന്നില്ല. ഇതിപ്പോ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. പെട്ടെന്ന് ആൾക്ക് ഒരു ചേഞ്ച് ഓഫ് മൈൻഡ്, ആൾക്കൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിന് താല്പര്യമില്ല, സിംഗിൾ ലൈഫ് മുന്നോട്ട് പോകാനാണ് ഇഷ്ടം എന്ന് എന്നോട് പറഞ്ഞു. ഫോഴ്സ് ചെയ്യാൻ എനിക്കും പറ്റില്ലല്ലോ. അല്ല, അതിന്റെ പേരിൽ എന്തെങ്കിലും ഭയങ്കര ഡൗൺ ആവുകയൊക്കെ ചെയ്തോ? ഓഫ് കോഴ്സ് ഞാനൊരു എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് എന്റെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം, ഇപ്പോഴാണ് ഞാൻ ഒന്ന് നോക്കിയത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 2 months ആയിട്ട് ഒരു ഒന്നര 2 വർഷമായിട്ട് ഞാൻ ലിറ്ററലി ഡിപ്രഷനിലായിരുന്നു. ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് 2 years ആയല്ലോ. ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ഞാൻ ഡൗൺ ആണ്. ബിക്കോസ് ആ ചേഞ്ച് ഞാൻ കണ്ടു തുടങ്ങി. പിന്നെ അത് മനസ്സിലാക്കാൻ കുറെ ടൈം എടുത്തു. പിന്നെ ഗോസ്റ്റഡ് ആയിരുന്നു ഞാൻ ഈ റിലേഷൻഷിപ്പിൽ. ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതായത് ഇപ്പൊ നമുക്ക് ഒരു റിലേഷൻഷിപ്പില് താല്പര്യമില്ല, പക്ഷെ അത് ഓപ്പൺ ആയിട്ട് അയാളോട് പറയാൻ പറ്റില്ല. പക്ഷെ ചുറ്റുമുള്ള എല്ലാവരോടും അത് പറയുന്നുണ്ട്. എന്നാൽ നമ്മളോട് നേരിട്ട് പറയുന്നില്ല ഇത് വേണ്ടെന്നുള്ളത്. അപ്പൊ അവിടെ നമുക്ക് അപ്പോഴും ഒരു ഹോപ്പ് ഇരിക്കുവാണ്, എപ്പോഴെങ്കിലും ശരിയാവും. അതാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൽ. ഞാൻ അങ്ങനെ ഗോസ്റ്റഡ് റിലേഷൻഷിപ്പിലായിരുന്നു കഴിഞ്ഞൊരു 1.5 years കൂടുതലായിട്ട്. പിന്നീട് ഞാൻ തന്നെ അത് റിയലൈസ് ചെയ്തു. ബിക്കോസ് ഒരു ഫ്യൂച്ചർ ഇല്ല അതിന്, മനസ്സിലായി. അപ്പൊ അതുപോലെ ആൾക്കും അതാണല്ലോ. ഇപ്പൊ ഞാൻ അയാളുടെയും കൂടി ഫീലിങ്സ് ഞാൻ റെസ്പെക്ട് ചെയ്യണമല്ലോ. ആള് വളരെ ഓപ്പൺ ആയിട്ട് എന്നോട് പറഞ്ഞു പറ്റില്ല, താല്പര്യമില്ല. പിന്നെ ഞാൻ അതിൽ കടിച്ചു തൂങ്ങി നിന്നിട്ട്. അല്ല, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ മോളെയും കൂടെ കംഫർട്ടിൽ എടുക്കണം.